ഈ ഭൂമിയിൽ ഒരാൾക്ക് വേറൊരാളുടെ കാതിനെ കോരിത്തരിപ്പിക്കാൻ പറ്റിയ വാക്കാണ് ആ വാക്ക്, അല്ലേ? ഐ ലവ് യു. ഓക്കെ, ഞാൻ നേരത്തെ പാട്ട് പാടിയില്ലേ ഇവിടെ, സിദ്റത്തുൽ മുൻതഹ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു പ്രസംഗം തുടങ്ങുന്ന സമയത്ത് അവളെ കൊണ്ട് ഒരു പാട്ടിലെ 2 വരി പാടിപ്പിക്കണം എന്ന്. അങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പോൾ അവൾ നേരത്തെ പാടിയില്ലേ, ആ പാട്ടായിരുന്നു. അത് ശരിക്കും ഭയങ്കര അത്ഭുതമായി. കാരണം ഞാൻ വിചാരിച്ചത് ഏത് പാട്ടാണോ അതാണ് അവൾ പാടിയത്. കാരണം മലയാളത്തിൽ ഇറങ്ങിയ അവളെവിടെ ഇരിക്കണേ അതല്ലേ? താങ്ക് യു സിദ്ര, താങ്ക് യു. യു ആർ ബ്ലെസ്ഡ്, എ ഗിഫ്റ്റഡ് പേഴ്സൺ. മലയാളത്തിലിറങ്ങിയ പ്രണയഗാനങ്ങളിൽ ഏറ്റവും നല്ല പാട്ടുകളുടെ ഒരു കൂട്ടത്തിലെ പാട്ടാണ് ആ പാട്ട്. തീരമേ തീരമേ എന്നുള്ള പാട്ടില്ലേ, കേട്ടതല്ലേ? ആ പാട്ടിൽ സാധാരണ പ്രണയഗാനങ്ങളിലൊന്നും ഉപയോഗിക്കാത്ത 2 വാക്കുകളുണ്ട്. സാധാരണ പ്രണയഗാനങ്ങളിൽ ഉപയോഗിക്കാത്ത 2 വാക്കുകൾ ആ പ്രണയഗാനത്തിലുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ 2 വാക്കുകൾ ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് ശരണാലയം, ഇവിടമോ ശരണാലയം. രണ്ടാമത്തെ വാക്ക് എന്താണെന്നറിയോ? കരുണാകരം, നീ തരും കരുണാകരം, കരുണയുടെ കൈകൾ. ഒന്ന് ശരണം എന്നാണ്, രണ്ടാമത്തേത് കരുണ എന്നാണ്. സാധാരണ പ്രണയഗാനങ്ങളിൽ ഇല്ലാത്തതാ. സത്യത്തിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? കരുണയുള്ള സ്നേഹം, നമുക്ക് അഭയമായി മാറുന്ന സ്നേഹം. വേറെ എന്തില്ലാതെയും ജീവിക്കാം. ഇങ്ങനെ ഒരാളില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരിക്കൽ വീൽ ചെയറിലിരിക്കുന്ന ആളുകളുടെ ഒരു സംഗമത്തിൽ പങ്കെടുത്തിരുന്നു കോഴിക്കോട്. വീൽ ചെയറിലിരിക്കുന്ന ആളുകൾ മാത്രമല്ല, നട്ടെല്ല് പൊട്ടിയിട്ട് കിടക്കുന്ന ആളുകൾ വരെ ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ അത്രയും കുറേ ആളുണ്ട്. അവരോടൊരു ചോദ്യം ചോദിച്ചു. നമുക്ക് നഷ്ടപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ കാര്യം എന്താണ് ജീവിതത്തിൽ? ഇല്ലാതായി പോയാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന കാര്യം എന്താണ്? ആരോടെ ചോദിക്കണേ? കയ്യിന് സ്വാധീനമില്ലാത്ത, കാലിന് സ്വാധീനമില്ലാത്ത, കഴുത്തിൻ്റെ താഴേക്ക് ഒരനക്കവുമില്ലാത്ത ആളുകൾ വരെ ആ കൂട്ടത്തിലുണ്ട്. പക്ഷെ അവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇല്ലാതായി പോയാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കൊതിക്കുന്ന കാര്യം അവർ പറഞ്ഞത് കൂട്ട് എന്നായിരുന്നു. കൂട്ട്. കൈയില്ല, കാലില്ല, കണ്ണില്ല, കാതില്ല, അടിപൊളിയായിട്ട് ജീവിക്കും. എത്ര ആളുകളെ കാണിച്ചു തരണം? കഴുത്തിന് കീഴ്പോട്ട് സ്വാധീനമില്ലാതെ ആനന്ദത്തോടെ ജീവിക്കുന്ന എത്രയേറെ മനുഷ്യരുണ്ട് എന്നറിയാം. എന്നാൽ നമ്മളൊന്ന് തളരുമ്പോൾ, നമുക്ക് ചായാനൊരു തോളില്ലെങ്കിൽ, നമുക്കൊരു സങ്കടം വരുമ്പോൾ അതൊന്ന് പറഞ്ഞ് കരയാനൊരു മനുഷ്യനില്ലെങ്കിൽ ജീവിതം വല്ലാത്ത മരുഭൂമിയായി മാറും. അതുകൊണ്ട് മലയാളത്തിൽ ഏറ്റവും രസമുള്ള വാക്കുകളിൽ ഒരു വാക്ക് ഏതാണെന്നറിയോ? കൂട്ട്. കൂട്ട്. അതുകൊണ്ടാണ് ഈ പ്രണയഗാനത്തിൽ ഉപയോഗിച്ച വാക്കുകൾ സാധാരണ പ്രണയഗാനങ്ങളിൽ ഉപയോഗിക്കാത്ത 2 വാക്കാണ്. ഒന്ന് കരുണ എന്നുള്ള വാക്കാണ്. കാരണം മനുഷ്യനെ സന്തോഷം കൊണ്ട് കരയിപ്പിക്കുന്ന കാര്യമാണ് കരുണ. ഈ കണ്ണീരില്ലേ, സങ്കടം വരുമ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ളതല്ല, സങ്കടം വരുമ്പോൾ മാത്രം പൊട്ടി ഒഴുകുന്നതുമല്ല. സന്തോഷം കൊണ്ട് കരയാനുള്ള എത്ര കാരണങ്ങളുണ്ട് അറിയോ ജീവിതത്തിൽ, അല്ലേ? സങ്കടം കൊണ്ട് മാത്രമല്ല, സന്തോഷം കൊണ്ട് കരഞ്ഞു പോകും. സന്തോഷം കൊണ്ട് പുറപ്പെടാനൊരുങ്ങുന്നൊരു വലിയ കടൽ നമ്മുടെ കണ്ണിൻ്റെ പിന്നാമ്പുറത്തുണ്ട്. CV ബാലകൃഷ്ണൻ എന്ന ഒരു നോവലിസ്റ്റ് ഉണ്ട് മലയാളത്തിൽ. നല്ല കഥകൾ എഴുതുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കഥയുണ്ട്.
ഒരു ചെറിയ മോളുടെ കഥയാണ്. ഒരു പെൺകുട്ടി, അവൾ സ്കൂളിലേക്ക് പോകുന്നത് ചോറ്റുപാത്രവുമായിട്ടാണ്, ഭക്ഷണമായിട്ടാണ് പോണത്. അപ്പോൾ ഒരു ദിവസം ചോറ്റുപാത്രമായിട്ട് പോണ സമയത്ത് ദുഷ്ടനായൊരു മനുഷ്യൻ അവളുടെ നേരെ ചാടി വീണ് അവളുടെ ചോറ്റുപാത്രം തട്ടിപ്പറിച്ചു. എന്നിട്ട് അതിൽ നിന്ന് ചോറെടുത്ത് കഴിക്കാൻ തുടങ്ങുക അയാൾ. അപ്പോൾ അവളിതിങ്ങനെ നോക്കി നിൽക്കുക, അവൾക്ക് പേടിയൊന്നുമില്ല. അയാളെങ്ങനെ നോക്കി നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അയാൾ ചോദിക്കണം എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കണം. പേടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴേ. അപ്പോൾ അവൾ പറഞ്ഞു, വേഗം കഴിക്ക്, എന്നിട്ട് പാത്രം തിരിച്ചു താ, പാത്രം ഇല്ലാതെ ചെന്നാൽ അമ്മ വഴക്ക് പറയൂ. അപ്പം അയാൾ വേഗം എടുത്ത് കഴിക്കാൻ തുടങ്ങുക. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് ആ പാത്രം അവളുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവളൊരു ചോദ്യം, എന്താണെന്നറിയോ? ഇത്രയും വലിയ വയറ് നിറയാൻ ഇത്ര കുറച്ച് ഭക്ഷണം മതിയോ? വേണമെങ്കിൽ കുറച്ചുകൂടെ കൊണ്ടുവന്ന് തരാം. ആ കഥയുടെ അവസാനം CV ബാലകൃഷ്ണൻ എഴുതിയത് എന്താണെന്നറിയോ? മുറിവേറ്റ മൃഗം പോലെ കരഞ്ഞുകൊണ്ട് അയാൾ ഓടിപ്പോയി. സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ട് മനുഷ്യനെ കരയിപ്പിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. സന്തോഷം കൊണ്ട് മനുഷ്യനെ കരയിപ്പിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. ഞാൻ കണ്ട സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമയുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ടോളൂ, അത്രയും നല്ല രസമുള്ളൊരു സിനിമയാണ്. തുർക്കിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള സിനിമയാണ്. ആ സിനിമയുടെ പേര് മൊയ്സെ എന്നാണ്. മൊയ്സെ, അറബിയിൽ മൊയ്ജിസത്ത് എന്ന് പറയില്ലേ, അതാണ് മൊയ്സെ. അതെന്താ സംഭവം എന്നറിയോ? ഒരു താഴ്വരയിൽ ജീവിക്കുന്ന കുറച്ച് മനുഷ്യന്മാർ, ഒട്ടും നാഗരിക സ്വഭാവങ്ങളൊന്നുമില്ല, തനി നാട്ടിൻപുറത്ത് ജീവിക്കുന്ന കുറച്ച് ആളുകൾ, അവർക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല. അതുകൊണ്ട് അവിടെയുള്ള ആളുകളെ, കുട്ടികൾക്ക് പിന്നെ അക്ഷരം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു മാഷെ സർക്കാർ അങ്ങോട്ട് നിയോഗിച്ചു. ഒറ്റ മാഷ, ഏകാധ്യാപക വിദ്യാലയമാണ്. അങ്ങനെ അയാൾ ഒറ്റയ്ക്ക് ഒരു സ്കൂള് തുടങ്ങാൻ വേണ്ടിയിട്ട് ആ നാട്ടിലേക്ക് എത്തുകയാണ്. സ്കൂളില്ല, അതുകൊണ്ട് സ്കൂളും അദ്ദേഹം ഉണ്ടാക്കണം, മാഷായിട്ട് ജോലിയും ചെയ്യണം. അങ്ങനെ ആ നാട്ടുകാരുടെ സഹായത്തോടെ അയാളൊരു സ്കൂളൊക്കെ തുടങ്ങി. ആ സ്കൂളിൽ കുട്ടികളൊക്കെ പഠിപ്പിച്ച് കുറേ ദിവസങ്ങൾ ഇങ്ങനെ കഴിയുക. ആ നാട്ടിലൊരാളുണ്ട്, ബുദ്ധി വളർച്ചയില്ലാത്ത ഒരു പാവം മനുഷ്യൻ. കുറേ പ്രായമുണ്ട്, 10-30 വയസ്സുണ്ട്, പക്ഷേ ഒരു 4 വയസ്സുള്ള കുട്ടിയെ പോലെയാണ്. അസീസ് എന്നാണ് അവൻ്റെ പേര്. അവനാകെയുള്ളത് ഒരു കുതിര. ആ കുതിരയാണ് അവൻ്റെ ജീവൻ. ആ കുതിരയും തെളിച്ച് അങ്ങനെ നടക്കും. അവനെ മനസ്സിലാക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ, അത് ആ കുതിര മാത്രമാണ്. അല്ലാത്തവർക്കൊക്കെ അവന് ഒരു പരിഹാസ കഥാപാത്രമാണ്. കുട്ടികളൊക്കെ അവനെ കല്ലെടുത്തെറിയും, കളിയാക്കും. അങ്ങനെ ആരാലും പരിഗണിക്കപ്പെടാതെ എല്ലാവരാലും അവഗണിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു പാവം മനുഷ്യനാണ് അസീസ്. ഈ മാഷില്ലേ, മാഷ് എന്തിനാ വന്നത്? കുട്ടികളെ പഠിപ്പിക്കാനാ. പക്ഷേ ഈ മാഷ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയോ? കുട്ടികളൊക്കെ പഠിപ്പിച്ച് കുട്ടികളൊക്കെ വീട്ടിൽ പോയാൽ രാത്രി സ്കൂള് ഒഴിഞ്ഞ് കിടക്കും, മാഷ് അവിടെ കിടക്കുക. ആ സമയത്ത് മാഷ് എന്താ ചെയ്യാന്നറിയോ? അസീസിനെ സ്കൂളിലേക്ക് വിളിക്കും. എന്നിട്ട് അസീസിന് ഓരോരോ അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അലീഫ്, ബാ, താ, ഇങ്ങനെ ഓരോരോ അക്ഷരങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. വീടിൻ്റെ ചിത്രം വരക്കാൻ പഠിപ്പിക്കും. ബാപ്പയുടെയും ഉമ്മയുടെയും ചിത്രങ്ങൾ വരക്കാൻ പഠിപ്പിക്കും. അസീസ് ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോരോ ചെറിയ ചിത്രങ്ങൾ വരക്കുന്നു. സ്വന്തം പേരെഴുതാൻ പഠിക്കുന്നു, കൂട്ടുകാരുടെ പേരുകൾ എഴുതാൻ പഠിക്കുന്നു, അയൽക്കാരുടെ പേരുകൾ എഴുതാൻ പഠിക്കുന്നു. അങ്ങനെ പാതിരാത്രിയിൽ ആ സ്കൂളിലിരുന്നിട്ട് അസീസിന് അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ മാഷെ ഒരു ദിവസം അസീസിൻ്റെ വാപ്പയും ചങ്ങാതിയും അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മാഷ് അസീസിന് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന രംഗം കാണുക. ഓക്കെ, അപ്പോൾ അസീസിൻ്റെ വാപ്പ ആ വാപ്പയുടെ കൂട്ടുകാരനോട് പറയുന്ന ഒരു വാക്കുണ്ട്. അത് വല്ലാത്തൊരു വാക്കാണ്. ആ സിനിമയിൽ ഏറ്റവും ഭംഗിയുള്ള വാക്കാണ്. എന്താണെന്നറിയോ? എടാ, ആ മാഷില്ലേ, ആ മാഷ് ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ്. ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ്. ഹൃദയം കൊണ്ട് ലോകത്തെ കാണുന്ന മനുഷ്യനാണ്.
ഹൃദയം കൊണ്ട് ലോകത്തെ കാണുന്ന മനുഷ്യനാണ്. ഇവിടെ ഇരിക്കുന്ന കുറേ ഉമ്മമാരുണ്ട്, കുറേ വാപ്പമാരും ഉണ്ട്. പടച്ചോൻ്റെ അനുഗ്രഹമായി അവർക്ക് കിട്ടിയ ഒരു കുഞ്ഞുണ്ട്, സ്പെഷ്യൽ. അങ്ങനെ പറയാം. എന്താണ് ഈ സ്പെഷ്യൽ? എന്താണ് ഈ സ്പെഷ്യൽ? സ്പെഷ്യലായി പടച്ചോൻ്റെ കെയറിങ് കിട്ടിയ കുട്ടികളോ, അതാണ് സ്പെഷ്യൽ. അവർക്ക് സ്പെഷ്യലായി എന്തോ ആവശ്യമുണ്ട്, അതാണ് സ്പെഷ്യൽ. സ്പെഷ്യലായി അവർക്കെന്തോ കുറവുണ്ടെന്നല്ല, സ്പെഷ്യലായി അവർക്കെന്തോ ആവശ്യമുണ്ട് എന്നാണ്, അതാണ് സ്പെഷ്യൽ. ഒരിക്കൽ സ്പെഷ്യലായൊരു കുട്ടിയെ കിട്ടിയ ഒരു വാപ്പയും ഉമ്മയും ഒരു ദിവസം വന്ന ഒരു അനുഭവമുണ്ട്. അവർക്ക് വലിയ സങ്കടമാണ്. കാരണം ഈ കുട്ടിക്ക് ഒരുപാട് ശ്രദ്ധ കൊടുക്കണം. അതുകൊണ്ട് മറ്റ് 2 കുട്ടികളുണ്ട്. ആ കുട്ടികളെ വേണ്ടതുപോലെ ശ്രദ്ധിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. അതാണ് ഇവരുടെ പ്രശ്നം. അപ്പോൾ പ്രത്യേകിച്ച് അതിന് പരിഹാരമൊന്നുമില്ല. മാറും സുഖാവും എന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. ആ കുട്ടി അങ്ങനെയാണ് പഠിച്ചവൻ ആ കുട്ടിയെ തന്നിട്ടുള്ളത്. ഇനി പിന്നെ എന്താ അവരോട് പറയാം? അപ്പം മനസ്സിൽ വന്നൊരാശയുണ്ട്, അതവരോട് പറഞ്ഞു. അതിങ്ങനെയായിരുന്നു. പഠിച്ചവന് ഈ കുഞ്ഞിനെ സൃഷ്ടിക്കുമ്പോൾ, വാവ എന്നാണ് ആ കുഞ്ഞിന് പേരെന്ന് വിചാരിക്കുക. വാവ എന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ പഠിച്ചവൻ സൃഷ്ടിക്കുമ്പോൾ പഠിച്ചവൻ ആ കുട്ടിയോട് അത്രയും സ്നേഹമാണ്, അത്രയും സ്നേഹമാണ്. ഉറപ്പാണ്. എനിക്ക് സ്വർഗത്ത് പോകണമെന്നുണ്ടെങ്കിൽ ചില്ലറ അധ്വാനമൊന്നുമല്ല, എത്രയേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ഈ കണ്ണുകൊണ്ട് കണ്ട ഓരോ സെക്കൻഡിനും മറുപടി പറയണം. ഈ കാതുകൊണ്ട് കേട്ട ഓരോ സെക്കൻഡിനും മറുപടി പറയണം. ഈ നാവുകൊണ്ട് പറഞ്ഞ ഓരോ സെക്കൻഡിനും മറുപടി പറയണം. ഈ 3 ഇഞ്ച് നീളത്തിൽ രുചിച്ച ഓരോ രുചി അനുഭവങ്ങൾക്കും മറുപടി പറയണം, അല്ലേ? രുചി എന്ന് പറയണത് എന്താ? ഇവിടുന്ന് ഇവിടെ വരെയുള്ള 3 ഇഞ്ച് നീളം, അല്ലേ? കേൾവി, കണ്ണ്, സംസാരം, കാല്, കയ്യ്, ഇതിനൊക്കെ മറുപടി പറയണ്ടേ? എന്നാലോ സ്പെഷ്യലായി ഈ ലോകത്തേക്ക് വന്ന കുട്ടിക്ക് എന്തെങ്കിലും മറുപടി പറയണം? അവന് സ്പെഷ്യലാണ്, അവൻ്റെ യാത്രയൊക്കെ സ്പെഷ്യലാണ്. അപ്പോൾ ഈ ചടങ്ങിലേക്ക് ഇവിടെയുള്ള മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ വന്നാൽ അദ്ദേഹത്തെ നമ്മൾ എന്താ പറയുക? സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുക, അല്ലേ? അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറത്ത് എഴുതി വെക്കും, അവിടെയുള്ള സെക്യൂരിറ്റിക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഗസ്റ്റ്. ഇതാണ് ഈ കുഞ്ഞ്. അപ്പം അവരോട് പറഞ്ഞു കൊടുത്തു, പടച്ചവൻ അത്രയും സ്നേഹത്തോടെ സൃഷ്ടിച്ച ഈ കുഞ്ഞിനെ ആരെ ഏൽപ്പിക്കും? ആരെയെങ്കിലും ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ. നല്ലോണം സ്നേഹത്തോടെ ആ കുട്ടിയെ സംരക്ഷിക്കുന്ന ഒരാളുടെ കയ്യിലേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പടച്ചവൻ ഭൂമിയിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ നിങ്ങൾ 2 അതിന് പറ്റുന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ തന്നത്. അല്ലെങ്കിൽ അപ്പുറത്ത് കൊടുത്തില്ലല്ലോ. അപ്പുറത്ത് കൊടുക്കാത്ത എന്തുകൊണ്ടാ? നിങ്ങളുടെ കയ്യിൽ ആ കുട്ടി അത്രയും സുരക്ഷിതനാകുന്നുള്ളതുകൊണ്ടാണ് എന്നവരോട് പറഞ്ഞു കൊടുത്ത്. അങ്ങനെ അവരവിടുന്ന് പോകുന്ന സമയത്ത് ആ കുട്ടിയെ 2 ഇങ്ങനെ ചേർത്ത് പിടിച്ചാണ് പോകുന്നത്. അന്ന് രാത്രി അദ്ദേഹത്തോട് പറഞ്ഞത്രേ, ഭാര്യ ഭർത്താവിനോട് പറഞ്ഞത്രേ, നമ്മളെ കുട്ടിയെ നമുക്ക് തന്നെ കിട്ടിയത് നന്നായില്ലേ, വേറെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയിരുന്നെങ്കിലോ? അവനൊരു ഭാരമായിട്ടല്ലേ അവർക്ക് തോന്നുക. നമുക്കിത് ഭാരമല്ലല്ലോ, നമുക്കിത് ഭാരമല്ലല്ലോ. ഓട്ടിസമുള്ളൊരു അനുജനെ തോളിലേറ്റി ഇങ്ങനെ പോകുന്നൊരു പെൺകുട്ടിയുടെ കഥയുണ്ട്. ഈ അനുജൻ നല്ല തടിയുണ്ട്, ഇവളത്ര തടിയൊന്നുമില്ല. അവനെ ഇങ്ങനെ വാരി പിടിച്ചിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് നടന്നു പോവാ. അപ്പോൾ വഴിയിലുള്ള ഒരാൾ പറഞ്ഞത്രേ, മോളെ നിൻ്റെ കയ്യിലുള്ള ഈ ഭാരം നിനക്ക് താങ്ങാൻ കഴിയുന്നതല്ല, നിനക്ക് താങ്ങാവുന്നതിലേറെ വലിയ ഭാരമാണ്. അപ്പോൾ അവളിങ്ങനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഭാരമല്ല, എൻ്റെ അനുജനാണ്. ഇത് ഭാരമല്ല, എൻ്റെ അനുജനാണ്. സ്നേഹം ഉണ്ടെങ്കിലേ ഒന്നും ഭാരമല്ല, സ്നേഹമില്ലാതായാലോ ഒക്കെ ഭാരമാണ്. സ്നേഹമുള്ള സമയത്ത് നമ്മൾ ചെയ്തതൊക്കെ എത്ര സന്തോഷത്തോടെയായിരുന്നു ഒരാൾക്ക് വേണ്ടിയിട്ട്. അയാളോട് സ്നേഹം കുറഞ്ഞാലോ അതൊന്നും വേണ്ടില്ലായിരുന്നു എന്നാ തോന്നുക, അല്ലേ? നമ്മൾ അയാളോട് തന്നെ പറയും, ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് കണക്ക് നമ്മളിങ്ങനെ അവതരിപ്പിക്കാൻ തുടങ്ങും. അത് ചെയ്ത സമയത്തോ ആ കണക്കൊന്നും നമ്മുടെ മനസ്സിലില്ലായിരുന്നല്ലോ. എന്തുണ്ടാ? സ്നേഹം ഉണ്ടാകുമ്പോൾ ഭാരമില്ല, സ്നേഹം കുറയുമ്പോഴോ ഒക്കെ ഭാരമായിട്ട് മാറാൻ തുടങ്ങും, അല്ലേ?
സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ഒരു കാര്യമാണ്, ഒറ്റ കാര്യമാണ്. എന്താണെന്നറിയോ? ശ്രദ്ധ. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? എന്നെ അങ്ങനെ ശ്രദ്ധിക്കാൻ ആരുമില്ല എന്നാണ്. എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ടെന്ന് പറഞ്ഞാലോ, എന്നെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ട് എന്നാണ്. ഇപ്പം നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സൂം ചെയ്ത് നോക്കുക എന്താ? അപ്പം പിന്നെ കണ്ണാടി നോക്കാറില്ലല്ലോ അല്ലേ? നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആ ഫോട്ടോയിൽ നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കാറുള്ളത് എന്താ? നമുക്കിഷ്ടമില്ലാത്തതാണ് നോക്കുക. നമ്മുടെ മുഖത്തൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിങ്ങനെ സൂം ചെയ്ത് നോക്കും. ഇത് വേറെ ആരെങ്കിലും നോക്കുന്നുണ്ടാവുക? ഉണ്ടാവുക? ഉണ്ട്. ആരാന്നറിയോ? നമ്മളെ അത്രയും സ്നേഹിക്കുന്ന മനുഷ്യൻ. പക്ഷെ അയാളത് നോക്കണത് എന്തിനാണെന്നറിയോ? നമ്മളോടുള്ള സ്നേഹം കൊണ്ട്. നമ്മളെ മുഖത്തൊരു മറുകോ ഇതൊക്കെയാണല്ലോ മനുഷ്യൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അപ്പം മറുകൊക്കെ നമുക്കൊരു പ്രയാസമാണെങ്കിൽ അയാൾക്കത് അത്ര ഇഷ്ടമായിരിക്കും. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധ എന്നാണ്. ഒരാൾക്ക് കൊടുക്കുന്ന, ഒരാളുടെ ഓരോ അംശത്തെയും, ഓരോ സന്ദർഭത്തെയും, ഓരോ അവസ്ഥകളെയും, ഓരോ മൂഡ് സ്വിങ്സിനെയും മറ്റൊരാൾ ശ്രദ്ധിക്കുന്നതിൻ്റെ പേരാണ് സ്നേഹം. അതാണ് നീ തരും കരുണാകരം, ഇവിടമോ ശരണാലയം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ കൊയിലാണ്ടിയിൽ, യൂനുസ് എന്നാണ്. അവന് ഇതേപോലെ വലിയൊരു സ്ഥാപനമൊക്കെ നടത്തുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ നട്ടെല്ല് പൊട്ടിക്കിടക്കുന്ന ആളുകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് ചെറുപ്പക്കാരിങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. കുറേ മുമ്പാണ്. അന്ന് ഇതേപോലെ ഇത്ര സംഘടനകളൊന്നും ഇല്ലാത്തൊരു കാലമാണ്. അങ്ങനെ അവരൊരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. ആ ചെറുപ്പക്കാരൻ്റെ പേര് ബാബു എന്നായിരുന്നു. ബാബുവിന് ആരുമില്ല, ഒരമ്മ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, നോക്കാൻ ആരുമില്ല. അവർക്ക് പട്ടിണിയാണ് പല ദിവസങ്ങളും, ഭക്ഷണമില്ല, അവർക്ക് മരുന്ന് കിട്ടുന്നില്ല, നല്ല ബെഡില്ല, നല്ലൊരു വീടില്ല, അങ്ങനെ. അപ്പോൾ യൂനുസും അവൻ്റെ ചങ്ങാതിമാരും ബാബുവിനെ ഏറ്റെടുത്തു. ബാബുവിന് വേണ്ടതൊക്കെ അവർ ചെയ്തു കൊടുക്കാൻ തുടങ്ങി. കുറേ ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ബാബു യൂനുസിൻ്റെ കയ്യിലേക്ക് ഒരു സാധനം ഇങ്ങനെ കൊടുത്ത് എന്നിട്ട് പറഞ്ഞു, യൂനുസ് ഭായി ഇതെവിടെങ്കിലും കൊണ്ടുപോയിട്ട് കളയണം, എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞു. തലയിണയുടെ ബാക്കിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട്. അപ്പം യൂനുസ് ചോദിച്ചു, ഇത് എന്താണ് ബാബു? അപ്പോൾ ബാബു എന്താ പറഞ്ഞതെന്നറിയോ? യൂനുസ് ഭായി, എനിക്ക് ആകെയുള്ളത് ഒരമ്മയും ഞങ്ങൾക്കൊരു പശുവും. ഈ അമ്മയോ പശുവോ ഒരു ദിവസം ഇല്ലാതായാൽ എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ തലയിണയുടെ താഴെ വെച്ച വിഷത്തിൻ്റെ കുപ്പിയാണിത്. പക്ഷെ ഇനി എനിക്കത് ആവശ്യമില്ല, നിങ്ങൾ വരുന്നുണ്ടല്ലോ. ഭയം എന്ന് നമ്മൾ മലയാളത്തിൽ പറയൂലേ, ഭയം എന്ന വാക്കിൻ്റെ വിപരീതം എന്താണെന്നറിയോ? അഭയം. ഇലു, നൂറുകണക്കിന് മനുഷ്യർക്ക് അഭയമാണ്. സ്പെഷ്യലായൊരു കുട്ടിയെ കിട്ടിയ രക്ഷിതാക്കളുടെ ഏറ്റവും കൂടുതൽ അവർ പറയാറുള്ള വാക്ക് എന്താണെന്നറിയാം? ഞങ്ങളില്ലാതായാൽ ഞങ്ങളുടെ കുട്ടിക്ക് ആരാണുള്ളത്? നിങ്ങളില്ലാതായാൽ നിങ്ങളുടെ കുട്ടിയെ വാരിയെടുത്ത് കൊണ്ടുപോകാൻ ഒരു സ്ഥാപനമുണ്ട് ഈ നാട്ടുകാർക്ക്. അതാണ് ഭയം എന്ന വാക്കിൻ്റെ വിപരീതം അഭയം എന്നാണ്. ഭയം എന്നുള്ള വാക്കിൻ്റെ വിപരീതം അഭയം എന്നാണ്. ഒരഭയം ഉണ്ടാകുന്നതോടുകൂടി നമുക്ക് പിന്നെ ഭയമില്ലാതായി. ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള മനുഷ്യരെങ്ങനെയാണോ അങ്ങനെ അവരെ സ്വീകരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും ഭംഗിയുള്ള കാര്യം. ഈ സ്പെഷ്യൽ എന്ന് പറയുമ്പോഴേ അത് സ്പെഷ്യലായൊരു കുഞ്ഞ് മാത്രമാവണമെന്നില്ല. ഇപ്പോൾ ഓട്ടിസ്റ്റിക് ആയ കുട്ടികളോ അല്ലെങ്കിൽ നടക്കാൻ വയ്യാത്ത കുട്ടികളോ അങ്ങനെ എന്തെങ്കിലും പ്രയാസമുള്ള കുട്ടികൾ മാത്രമല്ല ഇത്. ആരും ആവാം. നന്നായി പെരുമാറാത്തൊരു വാപ്പയാവാം, നന്നായി പെരുമാറാത്തൊരു ഭർത്താവാകാം, നന്നായി പെരുമാറാത്തൊരു ഭാര്യയാവാം, അനുസരണശീലമില്ലാത്തൊരു മകനാവാം, നമ്മളെ സങ്കടപ്പെടുത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരാവാം, നമ്മുടെ സ്വസ്ഥത ഇല്ലാതാക്കുന്ന നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളാവാം,
നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും അല്ലാത്ത മനുഷ്യരില്ലേ, അവരൊക്കെ സ്പെഷ്യലാണ്. നല്ലതല്ലാത്ത ശീലങ്ങളുള്ള ഒരു സഹോദരൻ നിങ്ങൾക്കുണ്ടോ? യു ഹാവ് എ സ്പെഷ്യൽ ബ്രദർ. ഒഴിവാക്കേണ്ട ആളല്ല അത്. ഒഴിവാക്കാൻ ആരെ കൊണ്ടും കഴിയൂലേ? ഇപ്പം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, ഇപ്പം പലപ്പോഴും പത്രങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, വലിയ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത ആളുകളെ ഇല്ലേ, വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളെ അവരുടെ വീട്ടിലേക്ക് പത്രക്കാർ ചെല്ലും, അവരുടെ പാരൻസിനെ കാണാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു ഇയാളുടെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും. ആ സമയത്ത് പേരൻസിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പേരൻസ് പറയാറുള്ളൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു മകനില്ല. അത് പറയാൻ ഇവരാവശ്യമുണ്ടോ? ഉണ്ടോ? ആരാലും അവഗണിക്കപ്പെട്ടൊരു മനുഷ്യന് ഇനി എന്താണ് അഭയം? അയാൾക്ക് തിരിച്ചു വരണ്ടേ? അയാൾ തെറ്റു ചെയ്തു എന്ന് വിചാരിച്ച് അയാൾക്ക് തിരിച്ചു വരാതിരിക്കണം എന്നാണോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു മകനുണ്ട് എന്ന് പറയുന്ന രക്ഷിതാക്കളെയാണ് കാലത്തിന് ആവശ്യം. അവൻ തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കും. നിങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് വിചാരിക്കുക, നിങ്ങളെന്താ പറയുക? ഇനി എനിക്ക് അങ്ങനെ ഒരു സുഹൃത്തില്ല എന്നാ പറയാ. എടാ, അത് പറയാൻ ആരെ കൊണ്ടും കഴിയൂലേ? എൻ്റെ സുഹൃത്ത് തന്നെയാണവൻ, പക്ഷെ അവൻ്റെ അടുത്തൊരു അബദ്ധം വന്നുപോയി. അവൻ തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കും. അഗ്നിശുദ്ധി വരുത്തി അവൻ തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കും എന്ന് പറയുന്നിടത്താണ് ഒരു മനുഷ്യൻ്റെ പിറവി. അതിൻ്റെ പേരെന്താണെന്നറിയാം? അതിൻ്റെ പേര് അക്സെപ്റ്റൻസ് എന്നാണ്. മറ്റത് റിജക്ഷനാണ്. അതാരെ കൊണ്ടും കഴിയും? അതാരെ കൊണ്ടും കഴിയൂലേ? സ്പെഷ്യലായ മനുഷ്യരെ സ്വീകരിക്കാൻ കഴിയാണ്. അപ്പം സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ മാത്രമല്ല സ്പെഷ്യൽ, അതാരുമാകാം സ്പെഷ്യൽ. ഞാൻ വേറൊരാൾക്ക് സ്പെഷ്യലാണ്, അയാൾ എനിക്ക് സ്പെഷ്യലാണ്. അതെൻ്റെ കുടുംബത്തിലുള്ള ആളുകളാവാം, എൻ്റെ ഇണയാവാം, എൻ്റെ സുഹൃത്താവാം, എൻ്റെ അയൽക്കാരാവാം, ആരുമാവാം. നമുക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന, നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ള ആളുകളില്ലേ, അവരൊക്കെ ആരാണ് സ്പെഷ്യൽ? നിങ്ങൾക്ക് സമാധാനം തരാത്തൊരു ഭർത്താവ് ഉണ്ട് എങ്കിൽ ആ ഭർത്താവ് സ്പെഷ്യൽ ഹസ്ബൻഡാണ്. അപ്പോഴേ നമുക്ക് ആ മനുഷ്യനെ സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഞാൻ പറയണ മനസ്സിലായില്ലേ? അപ്പോഴല്ലേ മനുഷ്യനെ സ്വീകരിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യനെ നമ്മൾ തള്ളിക്കളയൂലേ? തള്ളിക്കളയാൻ ആരെ കൊണ്ടും പറ്റൂലേ? ഓക്കെ. അപ്പം മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 10,000 ആളുകൾ ജീവിക്കുന്നുണ്ട് എങ്കിൽ ഈ 10,000 ആളുകൾക്ക് ഒരേപോലെയല്ല പഠിച്ചവൻ സൗകര്യങ്ങൾ കൊടുക്കുക, ഒരേപോലെയല്ല പൈസ കൊടുക്കുക. കുറച്ച് ആളുകളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും നിങ്ങളെല്ലാവർക്കും കൊടുക്കണം എന്ന് പറയും, അല്ലേ? അതിൻ്റെ പേരാണ്, ഇസ്ലാമിൽ അതിൻ്റെ പേരെന്താ? സക്കാത്ത്. ക്രിസ്ത്യാനിറ്റിയിൽ അതിൻ്റെ പേര് ദശാംശം എന്നാണ് പറയുക. ഹിന്ദു ധർമ്മത്തിൽ അതിൻ്റെ പേര് ദാനം, ധർമ്മം എന്നൊക്കെ തന്നെയാണ് അവർ പറയുക. സന്ധ്യാനേരത്ത് പുറത്തിറങ്ങിയിട്ട് അത്താഴ പഷ്ണിക്കാരുണ്ടോ എന്ന് ചോദിച്ച അമ്മമാരില്ലായിരുന്ന, ഈ നാട് കേട്ട ഏറ്റവും മനോഹരമായ ഒരു കവിതയില്ലായിരുന്ന, അതൊക്കെ ഇതാ നമ്മുടെ കയ്യിലുള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക്. അതാണ് സക്കാത്ത് എന്നൊക്കെ പറയുന്നത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവൻ്റെ കയ്യിലേക്ക് എത്തുന്ന സംഭവം. പലിശ എന്ന് പറഞ്ഞാലോ ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളവൻ്റെ കയ്യിലേക്ക് വന്ന് നിറയുന്നതിൻ്റെ പേരാണ്. അതൊരു സോഷ്യൽ ക്രൈമാണ്. ധർമ്മം, ദാനം, ദശാംശം, സക്കാത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവൻ്റെ കയ്യിലേക്ക് എത്തും. പലിശ നേരെ തിരിച്ചു, അല്ലേ? എൻ്റെ ചോദ്യം അതല്ല. ഈ സക്കാത്ത് എന്ന് പറയുന്നത് പൈസക്ക് മാത്രമാണോ? എല്ലാവർക്കും ഒരേപോലെ പൈസ കൊടുത്തിട്ടില്ല. കുറച്ചാളുടെ കയ്യിൽ പൈസ കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും ഒരേപോലെ ആരോഗ്യം കൊടുത്തിട്ടില്ല. കുറച്ച് ആളുകൾക്ക് കുറവാ. അവരെ നോക്കേണ്ടതാരാണ്? ശരീരത്തിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടതാരാണ്? കൈയും കാലൊക്കെ നന്നായി അനങ്ങുന്ന നമ്മളാണ്. എൻ്റെ കാലിങ്ങനെ അനക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാലനക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെങ്കിലും എൻ്റെ ഈ കാല് ഉപയോഗപ്പെടണം എന്നാണ്. അതാണ് കാലിൻ്റെ സക്കാത്ത്, അല്ലേ? എല്ലാവർക്കും ഒരേപോലെ അല്ല ഒന്നും കിട്ടിയിട്ടുള്ളത്. കുറച്ച് ആളുകളുടെ കയ്യിൽ കുറച്ച് അധികം കൊടുത്തിട്ടൊക്കെ ഉണ്ടാവും. ഞാൻ മുമ്പ് പറഞ്ഞൊരു സംഭവമാണ്, ഞാൻ അതുകൂടി പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മമ്പാട് കോളേജിൽ ഒരു ദിവസം ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് അങ്ങോട്ട് പോകുന്ന വഴിയിൽ വെച്ച് ഒരാളെ കണ്ടു. അയാൾ വീൽ ചെയറിൻ്റെ ബൈക്കില്ലേ, വീൽ ചെയർ ബൈക്ക്, എന്തായാലും പേര് എനിക്കും അറിയില്ല,
അതിലാണ് ഉള്ളത്. അതിൻ്റെ കൂടെ ഒരു കുട്ടിയുണ്ട്, അയാളുടെ കൂടെ. ആ കുട്ടിയെ സ്കൂളിലേക്ക് വിടാൻ പോവാണ്. ആ വഴിയിൽ വെച്ച് ഞങ്ങൾ കണ്ടു, അങ്ങനെ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലൊന്ന് വരുമോ, വീട് അതിൻ്റെ തൊട്ടടുത്താണ് എന്നൊക്കെ പറഞ്ഞു. ഓ നമ്മൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് മൂപ്പരെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് കയറിയ ഉടനെ ഒരു പെൺകുട്ടി വന്നിട്ട് ഫാൻ ഇട്ട് തന്നു. ഫാൻ ഇട്ട് തന്ന സമയത്ത് നമ്മൾ ആ കുട്ടിയോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും പറഞ്ഞു. പക്ഷെ ആ കുട്ടി സലാം വീട്ടിയില്ല, ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അപ്പം നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ, അത് ഇയാൾക്ക് മനസ്സിലായി. അപ്പം അയാൾ പറഞ്ഞു, ഒന്നും വിചാരിക്കരുത് കേട്ടോ, ഓള് സലാം അടക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ആരാ, ഭാര്യയാണോ? അല്ല, ഭാര്യയുടെ അനിയത്തിയാണ്. ഓ, അവർ വിരുന്ന് വന്നതാ? അല്ല, അവരിവിടെയാണ്. എന്നിട്ട് എന്നോട് ആ സംഭവം പറയാ, ഈ ഭാര്യയുടെ അനിയത്തിക്ക് സംസാരിക്കാൻ കഴിയില്ല, അവരുടെ ഭർത്താവിന് സംസാരിക്കാൻ കഴിയില്ല, അവർക്കൊരു മോളുണ്ട്, ആ മോൾക്കും സംസാരിക്കാൻ കഴിയില്ല, അവർക്കൊരു മോനുണ്ട്, ആ മോന് സംസാരിക്കാൻ കഴിയും, പക്ഷെ ആ കുട്ടിക്ക് സംസാരിക്കാൻ ആരുമില്ല. കോവിഡിൻ്റെ സമയത്ത് സ്കൂളില്ല, ഗ്രൗണ്ടില്ല, അങ്ങാടിയില്ല, ഒന്നുമില്ല, അയൽവാസികൾ പോലും ഇല്ല. അങ്ങനെ ഈ കുട്ടിക്ക് സംസാരിക്കാൻ ആരുമില്ലാതെ വിഷമിച്ച് ഈ കുട്ടി പതുക്കെ പതുക്കെ ഇങ്ങനെ വിഷാദത്തിലേക്ക് പോവുക. സംസാരം തന്നെ കുറഞ്ഞു. അങ്ങനെ അവസാനം ഈ കുട്ടിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ കണ്ടിട്ട് ഇവർ സൈക്യാട്രിസ്റ്റിനൊക്കെ പോയിട്ട് കാണിച്ചു. അതാരറിഞ്ഞു? ഇദ്ദേഹം അറിഞ്ഞു. ഇദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? ഇതറിഞ്ഞ ഉടനെ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ വേറെ എവിടെയും പോണ്ട, നമ്മുടെ വീട്ടിലേക്ക് വരൂ, അവിടെ സംസാരിക്കാൻ ഞങ്ങളുണ്ടല്ലോ, നമ്മുടെ വീട്ടിലേക്ക് വരൂ. അങ്ങനെ അവരങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ വന്നിട്ട് 1.5 വർഷമായി. അദ്ദേഹം പോകാൻ സമ്മതിക്കണില്ല. സ്കൂളിലൊക്കെ ഇവിടെ ചേർക്കുകയാണ്. നേരത്തെ കണ്ട കുട്ടിയില്ലേ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ, അത് ഈ കുട്ടിയാ. ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് പറയട്ടെ. കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യനാണ്. നേരത്തെ ഇവിടെ ഒരു ആൾ വന്നില്ലേ, നമ്മുടെ എന്താ പേര്, ഷിഹാബ് വന്നില്ലേ, ഷിഹാബിൻ്റെ അതേപോലെ കയ്യുമില്ല കാലുമില്ല. മമ്പാടാണ് അദ്ദേഹത്തിൻ്റെ വീട്. PP റഷീദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നല്ലവണ്ണം കവിതകളൊക്കെ എഴുതും. കവിതകൾ എഴുതാൻ സ്കൂളിൽ പോയിട്ട് അക്ഷരം പഠിച്ചിട്ടില്ല. വീടിൻ്റെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട്, അവിടെ നിന്ന് ടീച്ചർമാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് വീട്ടിലിരുന്ന് പഠിച്ച അക്ഷരങ്ങൾ പഠിച്ച് എഴുതാൻ പഠിച്ച് കവിതയായും കഥയായും പുസ്തകങ്ങൾ വരെ എഴുതിയിട്ടുള്ള ആളാണ് ഇദ്ദേഹം. കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യൻ ഒരു കുടുംബത്തെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇനി ആ വീടെന്താണെന്നറിയാം? ഒരു രാഷ്ട്രീയ പാർട്ടി കയറ്റിക്കൊടുത്ത 2 ചെറിയ മുറികൾ മാത്രമുള്ള ഒരു ചെറിയ പുര. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? ജീവിതം. എല്ലാവരും ജീവിക്കും, ആയുസ് കിട്ടിയവരൊക്കെ ജീവിക്കും. പക്ഷെ ചില മനുഷ്യന്മാരില്ലേ ശരിക്കും ജീവിക്കും. അവർ ജീവിക്കുന്നത് മറ്റുള്ള മനുഷ്യരുടെ മനസ്സിലാണ്. അവർ പോയാലും ആ ഓർമ്മ ഇങ്ങനെ ബാക്കിയാവും. അങ്ങനെ മീനിങ് ഫുള്ളായിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അദ്ദേഹത്തിൻ്റെ ആയുസ്സിൻ്റെ സക്കാത്ത് കൊടുക്കുകയാണ്. പൈസക്ക് മാത്രമല്ല സക്കാത്ത്, നമുക്ക് എന്താണുള്ളത് അതിനൊക്കെ സക്കാത്തുണ്ട്. കയ്യിനാവട്ടെ, കാലിനാവട്ടെ, കണ്ണിനാവട്ടെ. നമ്മളെ വന്ന് കാണാൻ കഴിയാത്തൊരു മനുഷ്യന് നമ്മൾ അവിടെ ചെന്ന് കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കണ്ണിൻ്റെ സക്കാത്താണ്. പൈസ എല്ലാവരുടെ കയ്യിലില്ലല്ലോ. ഇതിലേതെങ്കിലും ഒന്ന് ആരുടെയെങ്കിലും കയ്യിലില്ലേ? അതിൽ നിന്നിങ്ങനെ പങ്കുവെച്ച് ജീവിതത്തെ ഇങ്ങനെ ഭംഗിയുള്ളതാക്കുമ്പോൾ സംഭവിക്കുന്നതാണ് മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് എന്ന്. എക്സിസ്റ്റ് ചെയ്യാൻ എല്ലാവരെ കൊണ്ടും കഴിയും. ആയുസ് കിട്ടിയവരൊക്കെ എക്സിസ്റ്റ് ചെയ്യും. ചിലർ മീനിങ് ഫുള്ളായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മനുഷ്യരിലും എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അവരെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയലാണ് പ്രധാനം. ഒരു ഭാര്യയും ഭർത്താവും മൃഗശാല കാണാൻ വേണ്ടി പോയി. മൃഗശാല കാണാൻ പോയി. അപ്പം മൃഗശാല ഇങ്ങനെ കണ്ട് നടക്കുന്ന സമയത്ത് ഒരു 2 കുരങ്ങന്മാർ, ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഭയങ്കര സ്നേഹത്തിൽ ഇങ്ങനെ പേനൊക്കെ നോക്കിക്കൊടുക്കുന്നുണ്ട്. ഭയങ്കര സ്നേഹമാണല്ലോ, കുരങ്ങന്മാരെ കണ്ടില്ലേ, ഭയങ്കര സ്നേഹമായിരിക്കും. പേനൊക്കെ എടുത്തിട്ട് അവരെന്നെ എടുത്ത് കഴിക്കുകയും ചെയ്യും. അങ്ങനെ ഭയങ്കര സ്നേഹത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, അത്രേ എന്തൊരു സ്നേഹമല്ലേ, മൃഗങ്ങളാണെങ്കിലും
അവർക്ക് എന്തൊരു സ്നേഹമാണ്. അപ്പോൾ ഈ ഭർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാം, സ്നേഹമൊക്കെ ശരി തന്നെയാണ്, നീ ഒരു കാര്യം ചെയ്യും, ഒരു ചെറിയ കല്ലെടുത്തിട്ട് ആ ഭാര്യയില്ലേ, പെണ്ണില്ലേ, ആ പെണ്ണിനെ ഒന്ന് എറിഞ്ഞു നോക്ക്. അത് കേട്ടപാട് ഇവള് ചെറിയ കല്ലെടുത്തിട്ട് ആ പെൺകുരങ്ങനെ ഒന്നിങ്ങനെ എറിഞ്ഞ് അവിടെയുള്ള മുഴുവൻ കുരങ്ങന്മാരും ഓടി. കൂട്ടത്തിൽ ആരും ഓടി? ഈ ഭർത്താവും ഓടി. അയാളവിടെ നിന്നൊന്നുമില്ല, ഓടിക്കളഞ്ഞു. ഈ ഭാര്യ ഇവിടെ ഒറ്റക്കൈ. ഇയാളൊന്നും പറഞ്ഞു തന്നില്ല, അവളെ ഇങ്ങനെ നോക്കുക മാത്രം ചെയ്തു. പിന്നെ അവരിങ്ങനെ നടന്നു പോകുമ്പോൾ സിംഹക്കൂടിൻ്റെ മുന്നിലെത്തി. ഈ സിംഹങ്ങൾ രണ്ട്, ഭാര്യയും ഭർത്താവും അതിനകത്തിങ്ങനെ കിടക്കുന്നുണ്ട്. രണ്ടാളും തമ്മിൽ യാതൊരു സ്നേഹമില്ല. ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നുണ്ട്, ഒരാൾ ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുന്നുണ്ട്, ഒരു സ്നേഹമില്ല. അപ്പോൾ ഈ ഭാര്യ ഭർത്താവിനോട് ഇതേപോലെ തന്നെ പറഞ്ഞു, എന്താല്ലേ ഒരു സ്നേഹമില്ല, ഭാര്യയും ഭർത്താവുമാണ്, ഒരു സ്നേഹമില്ലല്ലോ തമ്മിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭർത്താവ് ഇതേപോലെ തന്നെ പറഞ്ഞു, ഓക്കെ, ഒരു ചെറിയ കല്ലെടുത്തിട്ട് ആ ഭാര്യയെ ഒന്ന് എറിഞ്ഞു നോക്ക്. ഇവിടെ അതേപോലെ ഒരു ചെറിയ കല്ലെടുത്തിട്ട് ആ ഭാര്യയുടെ നേരെ ഇങ്ങനെ എറിയാൻ ഒരുങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്ക് ആൺസിംഹല്ലേ ചീറിയെടുത്ത് അവിടെയുള്ള അന്തരീക്ഷം മുഴുവനും കുലുങ്ങുന്ന അത്രയും സൗണ്ടിലാണ് ആ ആൺസിംഹത്തിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നത്. ഇതിനത് പറഞ്ഞതെന്നറിയോ, എല്ലാവരും ഒരേപോലെയല്ല സ്നേഹം പ്രകടിപ്പിക്കുകയൊന്നും ചെയ്യാം. സ്നേഹത്തിനും കെയറിങ്ങിനും ഓരോ മനുഷ്യർക്ക് ഓരോ രീതിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള മനുഷ്യനെ വേറൊരാളെ വെച്ച് ഒരു കാരണവശാലും നമ്മൾ താരതമ്യം ചെയ്യരുത്. ഓരോ മനുഷ്യനും കെയറിങ്ങിന് ഓരോരോ രീതിയാണ് ഉണ്ടാവുക. ഓരോ ആൾക്കും ഓരോ മൂഡല്ലേ. ഒരു പെണ്ണിന് എന്തെല്ലാം അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലേ. ഉള്ളിലൊരു ഗർഭപാത്രം ഉണ്ട് എന്നുള്ളത് കൊണ്ടൊരു പെണ്ണ് എന്തെല്ലാം അവസ്ഥകളിലൂടെ